സങ്കീർത്തനം 55:6. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ദാവീദിൻ്റെ ഈ സങ്കീർത്തനത്തിൽ തൻ്റെ മകനായ അബ്ശാലോമിൻ്റെയോ അതല്ല എങ്കിൽ താൻ വിശ്വസിച്ചിരുന്ന ഉറ്റ സുഹൃത്തുക്കളുടെയോ വഞ്ചന മൂലം ദാവീദ് അനുഭവിച്ച കഠിനമായ മാനസിക വേദനയാണ് ഈ വചനത്തിൽ പ്രതിഫലിക്കുന്നത്. പ്രശ്നങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു വികാരമാണിത്. പ്രാവിനെ പോലെ വേഗത്തിൽ പറന്നുപോയി സമാധാനമുള്ള ഒരിടത്ത് വിശ്രമിക്കുവാൻ ദാവീദ് ആഗ്രഹിക്കുന്നു. ശാന്തതയുടെയും നിർമ്മലതയുടെയും പ്രതീകമാണ് പ്രാവ്. കൊടുങ്കാറ്റ് പോലെയുള്ള തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മാറി ഒരു മരുഭൂമിയിലോ വിജനമായ സ്ഥലത്തോ തനിച്ചിരുന്ന് ആശ്വാസം കണ്ടെത്തുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നാം പലപ്പോഴും ഓടിയൊളിക്കുവാൻ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ദാവീദ് തൻ്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുകയും യഹോവയിൽ അഭയം പ്രാപിക്കുകയും ആണ് ചെയ്തത്. നമ്മളും ആത്മീയ ഭൗതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എവിടെയെങ്കിലും ഓടിയൊളിക്കുവാൻ, സ്വസ്ഥമായൊരിടത്തിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റു മാർഗമൊന്നുമില്ല എങ്കിൽ മുറിയിൽ കയറി കതകടച്ച് ഇരിക്കാറുണ്ട്. ചിലരൊക്കെ പുറത്ത് സുഹൃത്തുക്കളുടെ അടുത്ത് പോവുകയും മദ്യപാനം പോലെയുള്ള ദുശ്ശീലങ്ങളിൽ ആശ്വാസം കണ്ടെത്താറുമുണ്ട്. 1 പത്രോസ് 5:7 പറഞ്ഞിരിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന്. കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ സകല പ്രതിസന്ധികളുടെയും ദുരിതങ്ങളുടെയും അസമാധാനത്തെയും ദൈവകരങ്ങളിൽ കൊടുത്ത് ദൈവഹിതപ്രകാരം ദൈവിക സമയത്ത് ദൈവം അതിനെ ഭംഗിയായി പരിഹരിച്ചു തരും. സങ്കീർത്തനം 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് നാം വായിക്കുന്നു. നമ്മുടെ ഹൃദയ നുറുക്കത്തെ, മാനസിക തകർച്ചയെ ദൈവകരങ്ങളിൽ കൊടുത്താൽ ദൈവം അതിനെ നന്നായി പണിത് തകർച്ചയും നുറുക്കവും മാറ്റി ഭംഗിയുള്ളതാക്കി നമുക്ക് തിരികെ നൽകും. സങ്കീർത്തനം 55:22 നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരു നാളും സമ്മതിക്കില്ല എന്നെഴുതിയിരിക്കുന്നു. നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് ഓടിയൊളിക്കാതെ നമുക്കത് ദൈവകരങ്ങളിൽ കൊടുക്കാം. ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ നമ്മെ ശക്തരാക്കുന്നു. പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മെ പരിശീലിപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസത്തെയും പ്രത്യാശയും വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് പറന്നു പോകാതെ, ഓടിയൊളിക്കാതെ, ഭീരുക്കളാകാതെ സധൈര്യം ശോധനയിൽ കൂടി കടന്ന് വിജയത്തിലെത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങിൽ ആശ്രയിച്ച് അങ്ങിൽ ഉറയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.